പിറവം രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നീണ്ട 13ാം വർഷവും അമ്മയോടൊപ്പം പരിപാടി സംഘടിപ്പിച്ചു. നിർധനരായ അമ്മമാർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങിന്റെ ഉദ്ഘാടന കർമ്മം ചാണ്ടി ഉമ്മൻ MLA നിർവഹിച്ചു. അശരണരായവരെ ചേർത്ത് പിടിക്കാൻ സമൂഹം ഏറെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ടെന്നും ഇത് ഏറെ പ്രശംസനീയമാണെന്നും ചാണ്ടി ഉമ്മൻ MLA. സംസ്ഥാനത്തുണ്ടായ ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും എല്ലാം സംഭവിച്ചപ്പോൾ ഈ ഒത്തൊരുമ ലോകത്തിന് തന്നെ മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പിറവത്ത് രാജീവ് ഗാന്ധി കൾച്ചറൽ ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടന്ന അമ്മയോടൊപ്പം പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പ്രസംഗിക്കുകയായിരുന്നു MLA. അപ്പ തുടങ്ങി വെച്ച ഈ വലിയ ഒരു നന്മ പ്രവർത്തനം, ആ നന്മ പ്രവർത്തനം 13ാമത്തെ വർഷവും തുടരുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അതിന് പ്രിയപ്പെട്ട സാബുചേട്ടനെ മുക്തകണ്ഠം ഞാൻ പ്രശംസിക്കുന്നു. നമ്മുടെ നാടിന് ഏറ്റവും പ്രിയപ്പെട്ട അമ്മമാരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് സംഘടിപ്പിക്കുക എന്നുള്ളത് ഏറ്റവും നല്ല ഒരു കാര്യമാണ്. ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ രാഷ്ട്രീയത്തിൽപ്പെട്ടവരെയും അദ്ദേഹം ഇവിടെ ക്ഷണിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു നന്മ പ്രവർത്തനം എന്ന സംഘടനയോട് നടത്തുമ്പോൾ അത് നാടിനെ സംബന്ധിച്ച് നല്ലൊരു കാര്യമാണ്. അതിനാരും തടസ്സം നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തടസ്സം നിന്നാലും അത് ഏൽക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. കഴിഞ്ഞ 13 വർഷമായി തുടർച്ചയായി സംഘടിപ്പിക്കുന്ന അമ്മയോടൊപ്പം പരിപാടി നിർധനരായ അമ്മമാർക്ക് ഉപഹാരങ്ങൾ നൽകി ആദരിക്കുന്ന ചടങ്ങാണ്. പുതുവസ്ത്രങ്ങൾ, ധാന്യക്കിറ്റ്, നാഗാർജുനയുടെ ആയുർവേദ മെഡിക്കൽ കിറ്റ്, ധനസഹായം എന്നിവയും സ്നേഹവിരുന്നും നൽകിയ ശേഷമാണ് അമ്മമാരെ യാത്രയാക്കുന്നത്. അമ്മയോടൊപ്പം എന്ന ചടങ്ങിൽ വീണ്ടും ഒരിക്കൽ കൂടി പങ്കെടുക്കുവാൻ സാധിച്ചു. ഇതിനു മുമ്പ് 7 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ പങ്കെടുത്തത്. തീർച്ചയായിട്ടും അമ്മമാരെ ആദരിക്കുന്ന ചടങ്ങ്, അവർക്കൊരു പിന്തുണ കൊടുക്കുന്ന ചടങ്ങ്, പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകൾ ഉള്ള ഒരു സമയത്ത് അത് ചെയ്യുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാവിധമായ ആശംസകളും ഈ പരിപാടിക്ക് തരുന്നു. വരുന്ന വർഷങ്ങളിലും ഇത് നന്മയുടെ മാർഗത്തിൽ തുടരട്ടെ എന്ന് ആശംസിക്കുന്നു. കമ്പാനിയൻസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ രാജീവ് ഗാന്ധി ഫോറം ചെയർമാൻ സാബു K. ജേക്കബ് അധ്യക്ഷത വഹിച്ചു. എന്തെല്ലാം തടസ്സങ്ങൾ ഉണ്ടായാലും ശ്രീ ഉമ്മൻചാണ്ടി തന്റെ പിതാവ് തുടങ്ങി വെച്ച തന്റെ സഹോദരി അടക്കം ഓരോ ചടങ്ങിലും ഈ ചടങ്ങുകൾ കൂടെ എത്തിച്ചേർന്നിട്ടുള്ളതാണ്. എന്തെല്ലാം പ്രതിസന്ധി ഉണ്ടെങ്കിലും ആരൊക്കെ തടയാൻ നോക്കിയാലും ശ്രീ ചാണ്ടി ഉമ്മൻ ഇവിടെ എത്തും എന്ന് എനിക്ക് വിശ്വാസമായിരുന്നു. ഒരിക്കൽ കൂടി അഭിമാനത്തോടെ അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട ശ്രീ MJ ജേക്കബ് ഒരു വാക്ക് പറയാതെ പോകുന്നത് ശരിയല്ല. അദ്ദേഹം പഞ്ചായത്ത് നമ്മുടെ കേരളത്തിന്റെ MLA ആയിരിക്കുന്ന 6 മാസക്കാലം ഞാനായിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ്. ഒരുമിച്ച് പ്രവർത്തിക്കാനും നിരവധി വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുവാനും കഴിഞ്ഞിട്ടുണ്ട്. USA ഫോമർ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട ബേബി മണക്കുന്നേൽ പ്രമുഖ പ്രൈവറ്റ് ജെറ്റ് കമ്പനിയായ ഹലോ എയർവേസ് കമ്പനി MD ഷോബി ഡി പോൾ, ചെറുകഥാകൃത്ത് S. സജിനി എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. യോഗത്തിൽ മുൻ MLA MJ ജേക്കബ്, കൊച്ചി മുൻ മേയർ സൗമിനി JMP മെഡിക്കൽ സെന്റർ സെക്രട്ടറി KV മാത്യു, ഫോമർ ട്രഷറർ സിജിൽ ജോർജ് പാലക്കലോടി, വൈസ് പ്രസിഡന്റ് ഷാരു മാത്യു പുന്നൂസ്, ജോയിന്റ് സെക്രട്ടറി പോൾ ജോസ്, കൺവെൻഷൻ ജനറൽ സെക്രട്ടറി സുബിൻ കുമാരൻ, സദേൺ റീജിയൻ വൈസ് പ്രസിഡന്റ് ബിജു ലോസൺ, മുൻ വൈസ് ചെയർമാൻ ലാലി കളപ്പുരയ്ക്കൽ, റോട്ടറി ക്ലബ് ഇന്റർനാഷണൽ കോർഡിനേറ്റർ ഡോക്ടർ AC പീറ്റർ, അഡ്വക്കേറ്റ് ജിൻസി ഗോപകുമാർ, UK മലയാളി അസോസിയേഷൻ അംഗം തോമസ് പുളിക്കൽ, നാഗാർജുന ഏരിയ സെയിൽസ് മാനേജർ KV സന്തോഷ് കുമാർ, ഷാർജ പിറവം പ്രവാസി അസോസിയേഷൻ അംഗം ജോസ് ആട്ടൂർ, YMCA ഇന്റർനാഷണൽ സെൽ അംഗം ഫ്രെഡി ജോർജ് വർഗീസ്, രാജീവ് ഗാന്ധി ഫോറം ജനറൽ സെക്രട്ടറി കുര്യൻ പുളിക്കൽ, ഫോറം വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരൻ, പിറവം സ്നേഹക്കൂട്ടായ്മ കോർഡിനേറ്റർ തങ്കി സണ്ണി ഇടയത്തുപാറയിൽ, പിറവം പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് MD പൗലോസ്, എലിയാസ് വെട്ടുകുഴി, പോൾ കൊമ്പനാൽ, സാജു പാറപ്പാലിൽ, രവി സാമാടത്തിൽ എന്നിവർ ആശംസകൾ അറിയിച്ചു.
കൃത്യമായിട്ട് അർഹിക്കുന്ന ആളുകളുടെ കൈകളിലേക്ക് അവർക്ക് അർഹമായിട്ടുള്ള അവകാശങ്ങൾ എത്തിക്കുക എന്നുള്ള വലിയ മഹത്വപൂർണമായിട്ടുള്ള കർത്തവ്യം എങ്ങനെയൊക്കെയോ അദ്ദേഹം അത് നടത്തിയെടുക്കുന്നു. 13 വർഷം ഇടതടവില്ലാതെ നടത്തി എന്നുള്ളതിൽ നിന്ന് തന്നെ ഉദ്ദേശശുദ്ധി പലർക്കും മനസ്സിലായിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമില്ല. രാജീവ് ഗാന്ധി ഫോറം കൺവീനർ ജോമോൻ വർഗീസ് സ്വാഗതവും മുൻ പഞ്ചായത്ത് അംഗം ടോണി ചെട്ടിയാക്കുന്നേൽ നന്ദിയും പറഞ്ഞു. സാബു വർഷങ്ങളായി കഴിഞ്ഞ 13 വർഷങ്ങളായി നടത്തുന്ന ഈ അമ്മയോടൊപ്പമുള്ള പരിപാടിയിൽ ഞങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും അതോടൊപ്പം തന്നെ ഞങ്ങൾ ഫോമ 24-26 ഭാരവാഹികൾ എല്ലാവരും ഞങ്ങളോടൊപ്പമുണ്ട്. അമ്മയ്ക്ക് വേണ്ടി ഏത് വിധത്തിലുള്ള സഹായം ചെയ്യാനും ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ മുമ്പോട്ടും തുടർന്നുകൊണ്ടിരിക്കും. ന്യൂസ് ബ്യൂറോ, ചാനൽ 91, പിറവം.